സോ ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിഡ്ജറ്റ് മാസ്റ്റർ. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുറച്ചധികം അപ്ഡേറ്റ്സ് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ പ്രധാനപ്പെട്ട സീക്രട്ട് വാഴ്സ് ഉൾപ്പെടുന്നു. ഇത് മാത്രമല്ലാതെ ഇതിനിടയിലായിട്ട് വരാനിരിക്കുന്ന പല പ്രോജക്റ്റുകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും, ഇതുകൂടാതെ സ്പൈഡർമാൻ യൂണിവേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു വലിയ വാർത്തയും ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. സോ എന്തൊക്കെ നേരം നമ്മൾ എന്തൊരു നോക്കാൻ പോകുന്നത് ഇത്തരം അപ്ഡേറ്റുകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സോ അതോടെ നമുക്ക് വീഡിയോയിലൂടെ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിലെ വീഡിയോ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് എനോൾ ചെയ്യുക. ഞാനിപ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ വിഷയം കാണാം. സോ ലെറ്റ് സ്റ്റാർട്ട്. ആരും തന്നെ പറയാനുള്ളത് സ്പൈഡർമാൻ 4മായി ബന്ധപ്പെട്ട് തന്നെയാണ്. സ്പൈഡർമാൻ 4മായി ബന്ധപ്പെട്ട ആ ഒരു ചർച്ചകളും ഇതുകൂടാതെ അതിൻ്റെ എഴുത്തും മറ്റും കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നതല്ലാതെ കൂടുതൽ കൺഫർമേഷൻസ് ഒന്നും തന്നെ ഇപ്പോൾ നമ്മുടെ മുന്നിലില്ല. എന്നാൽ പോലും സോണി പൂർണ്ണമായിട്ടും അവരുടെ ആ ഒരു യൂണിവേഴ്സിനെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനുവേണ്ടി തന്നെയാണ് ഓരോ കഥാപാത്രങ്ങളെ വെച്ചിട്ടുള്ള സിനിമകൾ അവർ പുറത്തിറക്കുന്നത്. മാഡം വെബും ക്രാവൻ്റെ ആൻഡ്രോയിഡും തുടങ്ങിയിട്ടുള്ള കഥാപാത്രങ്ങളെല്ലാം സോണി ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് ഇതിനു വേണ്ടി തന്നെയാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലായത് പ്രകാരം സോണി സ്പൈഡർ യൂണിവേഴ്സിലെ ഒരു കഥാപാത്രത്തിനെ, സോണി എന്നല്ല മറിച്ച് ആര് സ്പൈഡർ യൂണിവേഴ്സിലെ ഒരു കഥാപാത്രത്തിനെ ആദ്യം ഉപയോഗിച്ചോ അവർക്ക് ആ ഒരു കഥാപാത്രത്തിനെ പിന്നീട് ഉപയോഗിക്കാം. അതേസമയം മറ്റേ പാർട്ടിക്ക് അവരെ ഉപയോഗിക്കാനും സാധിക്കില്ല. പെർമനന്റ് ആയിട്ട് ബ്ലോക്ക് ഓഫ്. അഥവാ ഇപ്പോൾ ക്രേവന്റെ ഹണ്ടറിനെ സോണി ഉപയോഗിച്ചു എന്നതോടെ തന്നെ സോണിക്ക് മാത്രമേ ഇനി ക്രേവന്റെ ഹണ്ടറിനെ സ്പൈഡർ യൂണിവേഴ്സിൽ ഉപയോഗിക്കാൻ സാധിക്കൂ. മാർവൽ അല്ലെങ്കിൽ MCUവിൽ അവർക്ക് അല്ലെങ്കിൽ മാർവൽ സ്റ്റുഡിയോസിന് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് ചുരുക്കം. ചുരുക്കി പറഞ്ഞാൽ ഓരോ കഥാപാത്രങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടി സോണി കാണിക്കുന്ന ഒരു തന്ത്രം തന്നെയാണ് ഇത്തരം ഹീറോസിന്റെ എല്ലാം സിനിമ ഉണ്ടാക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ പോലും സോണി പ്രോപ്പറായിട്ട് എന്താണ് പ്ലാൻ ചെയ്തതെന്നോ അല്ലെങ്കിൽ എന്താണ് യൂണിവേഴ്സിറ്റി ഉദ്ദേശിക്കുന്നത് എന്നോ ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ശേഷം അടുത്തായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്കാലറ്റ് വെച്ച് തിരിച്ചു വരുന്നു എന്നുള്ളത് തന്നെയാണ്. സ്കാലറ്റ് വെച്ച് മാത്രമല്ല മറിച്ച് അൾട്രോണും ഇതുകൂടാതെ വിഷനുമെല്ലാം തിരികെ വരുന്നുണ്ട്. വിഷൻ ഗോസ്റ്റ് സീരീസ് മാർവൽ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നും ഇതുകൂടാതെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാൽ പോലും ഒരു കൺഫർമേഷൻ ലഭിച്ചിട്ടില്ല. എന്നാൽ പോലും ഇപ്പോൾ നമുക്ക് പല ഇൻസൈഡേഴ്സിന്റെ പക്കൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്കാനറ്റ് വെച്ച് തിരികെ വരുന്നു എന്ന് തന്നെയാണ്. അഥവാ എലിസബത്ത് ഉൾസൻ. എന്നാൽ അവർ തിരികെ വരുന്നത് സ്കാനറ്റ് വെച്ചിന്റെ കഥാപാത്രമായിട്ടാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രൂപത്തിലാണോ എന്ന് ഇപ്പോഴും പറയാൻ സാധിക്കില്ല. കാരണം ഈ ഇൻസൈഡേഴ്സ് പറയുന്ന പ്രകാരം എലിസബത്ത് ഉൾസൻ തിരികെ വരുന്നുണ്ട്. എന്നാൽ പോലും അത് സ്കാനർ വെച്ചായിട്ടാണോ എന്നുള്ളത് അവർക്ക് കൺഫേം ചെയ്യാനും സാധിക്കില്ല. കോമിക്സിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ് ഡോക്ടർ ഡൂമും ഇതുകൂടാതെ സ്കാനർ വെച്ചും വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കഥാപാത്രത്തിന്റെ തിരിച്ചു വരവ് എങ്ങനെയായിരിക്കും ഫ്യൂച്ചറിൽ എഫക്ട് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാനും സാധിക്കാത്തത്. അതേപോലെ തന്നെ അൾട്രോൺ തിരികെ വരുന്നുണ്ട് എന്നുള്ളത് ഒരു കൺഫേം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ സീക്രട്ട് വാഴ്സ് നമ്മൾ കാണാൻ പോകുന്നത് ഒരു മഹായുദ്ധം തന്നെയായിരിക്കും. ഓൾറെഡി അൾട്രോണിന്റെ പവർ എന്താണെന്ന് നമ്മൾ സിനിമയിലൂടെ കണ്ടിട്ടുണ്ട്. എന്നാൽ പോലും അതിനേക്കാൾ ഒരു 100 മടങ്ങ് എഫക്റ്റിൽ നമ്മൾ കണ്ടിട്ടുള്ളത് വാട്ട് ഇഫ് എന്ന സീരീസിലൂടെ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ അൾട്രോൺ തിരികെ വരികയാണെങ്കിൽ അതൊരു വലിയ മാറ്റം അല്ലെങ്കിൽ അത് വലിയൊരു എഫക്റ്റ് തന്നെ ആ ഒരു യൂണിവേഴ്സിൽ ഉണ്ടാക്കുക തന്നെ ചെയ്യും. ശേഷം ഇനി പ്രധാനമായിട്ടും പറയാനുള്ളത് സീക്രട്ട് വാഴ്സ് എന്ന സിനിമയെ പറ്റി തന്നെയാണ്. അഥവാ സീക്രട്ട് വാഴ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ധാരാളം അപ്ഡേറ്റുകൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഈയിടെയായിട്ട് റോബർട്ട് ഡൗണി ജൂനിയർ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്തിരുന്നു. പുള്ളിക്കാരനോട് പ്രധാനമായിട്ടും ചോദിച്ചതും ഈ ഒരു സിനിമയെ പറ്റിയുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിന് മറുപടി എന്നാണ് അദ്ദേഹം പറഞ്ഞത് തിരികെ വരാൻ താല്പര്യമില്ല. എന്നാൽ പോലും ഡോക്ടർ ഡൂമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് തിരികെ വരാൻ താല്പര്യം തോന്നി എന്നുള്ളത് തന്നെയാണ്. അത്രമാത്രം ഈ ഒരു കഥാപാത്രം മാർവൽ യൂണിവേഴ്സിൽ ഇമ്പോർട്ടന്റ് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ഇത് മാത്രമല്ലാതെ വലിയ രീതിയിലുള്ള ഫാൻ തിയറീസും ഇതുകൂടാതെ റൂമേഴ്സും ഇപ്പോൾ കറങ്ങി നടക്കുന്നുണ്ട്. എന്നാൽ അവയെല്ലാത്തിലും ഉപരി നമുക്ക് ഒരു കാര്യം ഇപ്പോൾ ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സീക്രട്ട് വാഴ്സ് എന്ന സിനിമ പ്രധാനമായിട്ടും നമ്മൾ കാണാൻ പോകുന്നത് ഡോക്ടർ ഡൂം വേഴ്സസ് അവഞ്ചേഴ്സ് ആയിരിക്കില്ല, മറിച്ച് ഡോക്ടർ ഡൂം വേഴ്സസ് ലോക്കി എന്ന നിലയിൽ തന്നെയായിരിക്കും. കാരണം ഈ രണ്ട് കഥാപാത്രങ്ങളാണ് ഇപ്പോൾ മൾട്ടിവേഴ്സിനെ അഫക്ട് ചെയ്യുന്നത്. ലോക്കി മൾട്ടിവേഴ്സിന്റെ കാവൽക്കാരനും അതേസമയം ഡോക്ടർ ഡൂം മൾട്ടിവേഴ്സിന്റെ അന്തകനും. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ആരംഭിച്ചത് അയൺമാനിലൂടെ ആണെങ്കിൽ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് അവസാനിക്കാൻ പോകുന്നത് ഡോക്ടർ ഡൂമിലൂടെ ആയിരിക്കും. അഥവാ സീക്രട്ട് വാഴ്സിന്റെ അവസാനം ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കുന്നു മൾട്ടിവേഴ്സിന്റെ അന്ത്യം തന്നെയാണ്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡൂംസ് ഡേ എന്ന സിനിമ ഇൻഫിനിറ്റി വാറിന് തുല്യമായിട്ടായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കും ആ ഒരു സിനിമ എഫക്റ്റ് ആകാൻ പോകുന്നത്. എന്നാൽ കൃത്യമായിട്ടും ഇൻഫിനിറ്റി വാർ കണ്ടിട്ടുള്ളത് പോലെ ആക്കാൻ മാർവൽ ഒരിക്കലും താല്പര്യപ്പെടില്ല. ഇൻഫിനിറ്റി വാറിൽ നമ്മൾ കണ്ടത് ഏറ്റവും ഒടുവിലായിട്ട് എല്ലാവരുടെയും നാശവും മരണവുമാണ് എങ്കിൽ ഏറെക്കുറെ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു ചില റൂമേഴ്സ് പറയപ്പെടുന്നത് പ്രകാരം ഡൂംസ്ഡേയുടെ അവസാനത്തിൽ നമ്മൾ കാണാൻ പോയത് മൾട്ടിവേഴ്സിന്റെ അന്ത്യം തന്നെയാകും. എന്നാൽ അതേസമയം അത് മറ്റൊരു വേൾഡിന്റെ ആരംഭവുമാണ്, ബാറ്റിൽ വേൾഡ്. സോ അതുകൊണ്ട് തന്നെ അന്ത്യവും അവസാനം നമ്മൾ ഒരേ സമയം കാണും. മേ ബി ലോക്കിയെ തോർ കാണുന്നവരും ഇവിടെ വെച്ചാകും. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതുമാണ്. എന്നാൽ ഇതിലുപരി
മറ്റൊരു കാര്യം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ബാറ്റിൽ വേൾഡ് എന്നത് വോയിഡ് ആകാനുള്ള ചാൻസ് ആണ്. അഥവാ ഡെഡ്പൂൾ സിനിമയിലൂടെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വോയിഡ് എന്നുള്ളത് എല്ലാ യൂണിവേഴ്സിന്റെയും അവസാനിച്ചതിന് ശേഷം അവസാനം ഉണ്ടായിട്ടുള്ള സ്ഥലമാണ്. സോ അതുകൊണ്ട് തന്നെ ബാറ്റിൽ വേൾഡ് എന്നത് വോയിഡ് തന്നെയാകാനാണ് ഏറെക്കുറെ ചാൻസ്. സോ എന്തായാലും ഉയരം ഉറപ്പാണ് ഡോക്ടർ ഡൂം വേഴ്സസ് ലോക്കി എന്ന രീതിയിൽ തന്നെ ആയിരിക്കും ആ ഒരു സിനിമ പ്രധാനമായിട്ടും കേന്ദ്രീകരിക്കാൻ പോകുന്നത്. ഇത് ഓൾറെഡി കൺഫേം ആയി കഴിഞ്ഞു. ലോക്കി ഡൂംസ്ഡേയിലും ഇതുകൂടാതെ സീക്രട്ട് വാഴ്സിലും ഉറപ്പായിട്ടും കാണുമെന്നുള്ളത്. ഇത് മാത്രമല്ലാതെ ഡൂംസ്ഡേ എന്ന സിനിമയിലൂടെ കാണാൻ പോകുന്നത് പ്രധാനമായിട്ടും ഡൂമിന്റെ വരവായിരിക്കും എന്നുള്ള ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഈ എർത്തിലായിരിക്കില്ല, മറിച്ച് മറ്റൊരു യൂണിവേഴ്സിൽ, ആ ഒരു യൂണിവേഴ്സിലെ രാജാവും വലിയൊരു ദൈവവും എല്ലാം ഡോക്ടർ ഡൂം ആകും. സോ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രം പറയാം. വരും വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കും. സോ അതോടെ നിങ്ങൾ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ അഭിപ്രായദേശങ്ങളും ഇവിടെ കമന്റ് ബോക്സിൽ പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻസിലും പ്ലോട്ട്സും ഇവിടെ കമന്റ് ബോക്സിൽ പെടുത്താം. ഇവരുടെ എപ്പിസോഡ് നമുക്ക് ഡീറ്റെയിൽ ക്ലിയർ ആയിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രതീക്ഷയോടെ എൻ്റെ പരമൽ യു വാച്ചിങ് വിഡ്ജറ്റ് മാസ്റ്റർ.